ഹോസ്റ്റൽ ഇൻഫോ പ്ലസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ IT മോഡേണൈസേഷൻ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ തുടങ്ങുകയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടെക്നോളജി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ വരുന്നൊരു പോർഷനാണ്. കുറച്ചധികം ഡീറ്റെയിൽസ് ഇങ്ങനെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ IT മോഡേണൈസേഷൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് CCE ആണിത് അപ്രൂവ് ചെയ്യുന്നത്. CCE അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റി. അത് ഈ നമ്മുടെ കൺട്രിയിലെ ഈ പോളിസികളുടെ മാനേജ്മെൻറ്റ്, പിന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കോർഡിനേഷനൊക്കെ ചെയ്യുന്നൊരു കമ്മിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, അപ്രൂവ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്നൊക്കെ പറയാം, 4909 crore അതിൻ്റെ ഒരു ബഡ്ജറ്റിംഗ് ഔട്ട്ലേ അല്ലെങ്കിൽ അപ്രൂവ്ഡ് എമൗണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്തുനിന്ന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് CCE നോർത്ത് വയ്ക്കുക. അവരാണ് ഈ IT മോഡേണൈസേഷൻ പ്രോജക്റ്റ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ IT മോഡേണൈസേഷൻ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുന്നത്. അത് നവംബർ 22, 2012 ഒരു അപ്രൂവൽ ഉണ്ടാകുന്നത്. ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 നവംബർ 30. അപ്പോൾ നവംബർ 22, 2012, നവംബർ 30, 2012. പിന്നെ വിഷൻ, ഏതൊരു പ്രൊജക്റ്റിനും ഒരു വിഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ടെക്നോളജി എനേബിൾഡ് സെൽഫ് റിലയൻറ്റ് മാർക്കറ്റ് ലീഡർ എന്നാണ്. അതായത് ടെക്നോളജിയുടെ സഹായത്തോടെ ഈ സെൽഫ് റിലയൻറ്റ്, അതായത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മാർക്കറ്റിലെ ലീഡർ ആവുക, ആ ഒരു വിഷനാണ് ഈ ഒരു പ്രൊജക്റ്റിനുള്ളത്. വിഷൻ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത്? മോഡേണൈസേഷൻ ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ആൾ പോസ്റ്റ് ഓഫീസ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും മോഡേണൈസ് ചെയ്യുക, കമ്പ്യൂട്ടറൈസ് ചെയ്യുക. IT ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് ഡേറ്റാ സെൻറ്ററുകൾ, ഡേറ്റ മാനേജ്മെൻറ്റിനായിട്ട് ഡേറ്റാ സെൻറ്ററുകൾ കൊണ്ടുവരിക. ഡിസാസ്റ്റർ റിക്കവറി സെൻറ്ററുകൾ, അതായത് ഒരു ബാക്കപ്പ് പോലെ എന്തെങ്കിലും ഡിസാസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഡാറ്റ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ റിക്കവറി സെൻറ്ററുകളും. വൈഡ് ഏരിയ നെറ്റ്വർക്ക്, LAN നമ്മൾ കേട്ടിട്ടുണ്ട്. വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ ഏരിയയിലെ കമ്പ്യൂട്ടറുകളെ ഇൻ്റർകണക്ട് ചെയ്യുന്ന പറയുന്നൊരു ടൈമാണ് WAN എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഫെസിലിറ്റീസ് കൊണ്ടുവരിക എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും, മെയിൽ ഓഫീസുകളിലും, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിലും. ഡെവലപ്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പുതിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് കൊണ്ടുവരിക. അതായത് നമ്മുടെ കൗണ്ടർ ഓപ്പറേഷൻസ്, പിന്നെ ഈ ബാങ്കിങ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, അത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. അടുത്ത RICT, ഈ റൂറൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ഈ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ഒക്കെ സപ്ലൈ ചെയ്യുക, പിന്നെ അവരെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ള ഈ ഒരു പ്രോജക്റ്റ് 8 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. 8 സെഗ്മെൻറ്റ്സ് എന്നോ പ്രോജക്ട്സ് എന്നോ സിലോസ് എന്നോ ഒക്കെ പറയാം. അപ്പോൾ ആ ഒരു 8 സെഗ്മെൻറ്റ്സിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. ഡേറ്റാ സെൻറ്റർ ഫെസിലിറ്റി, കോർ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ CSI, പിന്നെ ചേഞ്ച് മാനേജ്മെൻറ്റ്, നെറ്റ്വർക്ക് ഇൻ്റഗ്രേറ്റർ, ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ, റൂറൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ, റൂറൽ ഹാർഡ്വെയർ, മെയിൽ ഓപ്പറേഷൻസ് ഹാർഡ്വെയർ. അപ്പോൾ ഇത്രയാണ് ആ ഒരു 8 സെഗ്മെൻറ്റ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ 8 സെഗ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ്. ഡേറ്റാ സെൻറ്റർ ഫെസിലിറ്റി DCF എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ്, ഇത് റിലയൻസ് ആണ് അതിൻ്റെ വെണ്ടർ കോൺട്രാക്റ്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ പേരിനകത്ത് തന്നെ ഡേറ്റ ഉണ്ട്. ഇതിനകത്ത് പ്രൈമറി ഡേറ്റാ സെൻറ്റർ ഉണ്ട്, ഡിസാസ്റ്റർ റിക്കവറി സെൻറ്റർ ഉണ്ട്. പ്രൈമറി ഡേറ്റാ സെൻറ്റർ അങ്ങ് നവി മുംബൈയിലാണ്, DAKC, ധീരുഭായ് അംബാനി നോളേജ് സിറ്റിയിലാണ് പ്രൈമറി ഡേറ്റാ സെൻറ്റർ ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. പിന്നെ ഡിസാസ്റ്റർ റിക്കവറി സെൻറ്റർ ഉണ്ട്, DRC, അതങ്ങ് PTC മൈസൂരിലാണ്. ഇപ്പോൾ ഈ പ്രൈമറി ഡേറ്റാ സെൻറ്ററിലാണ് ഈ സെൻട്രൽ സർവർ, പിന്നെ ഈ കോർ ബാങ്കിങ് സൊല്യൂഷൻസ് പോലുള്ള കാര്യങ്ങളുടെ ഒരു ഹബ്ബ് എന്നൊക്കെ പറയാവുന്നത് ഈ പ്രൈമറി ഡേറ്റാ സെൻറ്ററാണ്. അത് അങ്ങ് നവി മുംബൈയിലാണ്. പിന്നെ ഡിസാസ്റ്റർ റിക്കവറി സെൻറ്റർ ഉണ്ട്. ഡിസാസ്റ്റർ റിക്കവറി സെൻറ്റർ DRC എന്ന് പറഞ്ഞാൽ ബാക്കപ്പ്, ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ള
ഡേറ്റ സെൻറ്ററുകൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാക്കപ്പ് അത് നഷ്ടപ്പെടാതിരിക്കാനാണ്. ഓപ്പറേഷൻസ് അതുപോലെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടൊരു ബാക്കപ്പ്. അതാണ് ഡിസാസ്റ്റർ റിക്കവറി സെൻറ്റർ എന്ന് പറയുന്നത്. അത് PTC മൈസൂരിലാണ്. ചേഞ്ച് മാനേജ്മെൻറ്റ് CM ഈ ഒരു സെക്ഷൻ എയിം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് മാനേജ് ചെയ്യുക. അതായത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ വരുന്നു, ടെക്നോളജി പരമായിട്ട് പുതിയ കാര്യങ്ങൾ വരുന്നു, സോഫ്റ്റ്വെയർസ് പലതും ഡെവലപ്പായി വരുന്നു, ഹാർഡ്വെയർസ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ മാറ്റങ്ങൾ മൂലം എംപ്ലോയീസ് കൺഫ്യൂഷനിലാവരുത്. അവർക്ക് ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുക, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. ഈ പുതിയതായിട്ട് വരുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ച്, ഹാർഡ്വെയർസിനെ കുറിച്ച്, അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും അറിവുമൊക്കെ ഈ നമ്മുടെ എംപ്ലോയീസിന് പകർന്നു കൊടുത്തിട്ട് ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ അവരെ പ്രാപ്തരാക്കുക. അതാണ് ഈ ഒരു സെക്ഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ച് മാനേജ്മെൻറ്റിൻ്റെ വെണ്ടർ എന്ന് പറയുന്നത് TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻറ്റഗ്രേറ്റർ FSI ഇതിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ചുമതല എന്ന് പറയുന്നത്, ആ സെഗ്മെൻറ്റിൻ്റെ ചുമതല എന്ന് പറയുന്നത് സപ്പോർട്ട് തരിക, മെയിൻറ്റെയിൻ ചെയ്യുക ഈ കോർ ബാങ്കിങ് സൊല്യൂഷൻസിൻ്റെ കാര്യങ്ങൾ, ബാങ്കിങ് പ്രവർത്തനങ്ങളും മറ്റും. പിന്നെ കോർ ഇൻഷുറൻസ് സൊല്യൂഷൻ CIS, അതായത് നമ്മുടെ PLI RPLI പ്രോസസ്സുകൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ATM ഫെസിലിറ്റി, പിന്നെ നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, SMS അലേർട്ടുകൾ, IVR ഫെസിലിറ്റികൾ. IVR എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫോൺ വിളിക്കുമ്പം 1 ഞെക്കൂ 2 ഞെക്കൂ എന്നൊക്കെ പറയത്തില്ലേ, IVR ഫെസിലിറ്റി. ECMS സൊല്യൂഷൻസ്. ECMS എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ഈ ഡിജിറ്റലൈസിങ് പ്രോസസ്സാണ്. ഈ പേപ്പർ ഡോക്യുമെൻറ്റുകളെയൊക്കെ സ്കാൻ ചെയ്തിട്ട് സോഫ്റ്റ് കോപ്പിയായിട്ട് മാറ്റുക. ആ ഒരു സിസ്റ്റമാണ് ഈ ECMS എന്ന് പറയുന്നത്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. നെറ്റ്വർക്ക് ഇൻറ്റഗ്രേറ്റർ NI, അതായത് പേരിൽ തന്നെ ഉണ്ട് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്ക് ഒരു വലിയ നെറ്റ്വർക്ക് ഉപയോഗിച്ച് എല്ലാത്തിനെയും കണക്ട് ചെയ്യുക, നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകളെയും കണക്ട് ചെയ്യുക. പിന്നെ അതിനെല്ലാം കൂടെ ഡേറ്റ സെൻറ്ററിലോട്ട് കണക്ട് ചെയ്യുക, DRCയിലോട്ട് കണക്ട് ചെയ്യുക. അതാണ് നെറ്റ്വർക്ക് ഇൻറ്റഗ്രേറ്റർ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ ധർമ്മം. അതിൻ്റെ വെണ്ടർ SIFI ആണ്. കോർ സിസ്റ്റം ഇൻറ്റഗ്രേറ്റർ CSI എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ്. ഇതിൻ്റെ വെണ്ടർ എന്ന് പറയുന്നത് TCS ആണ്. ഇത് സെൻട്രലൈസ്ഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു നമ്മുടെ പോസ്റ്റൽ, റീറ്റെയിൽ, ലോജിസ്റ്റിക് പരിപാടികൾ. അതായത് മെയിൽ ഓപ്പറേഷൻസ്, റീറ്റെയിൽ ആൻഡ് ലോജിസ്റ്റിക്, പോസ്റ്റ്, ഇ-കൊമേഴ്സ് ആൻഡ് ഫിലാറ്റലി, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, ക്യാഷ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഹ്യൂമൻ റിസോഴ്സസ് HR, സെൻട്രലൈസ്ഡ് എംപ്ലോയി ഡാറ്റാബേസസ് ഒക്കെ വെച്ചിട്ട് ഈ പേറോള്, പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അടുത്ത റൂറൽ സിസ്റ്റം ഇൻറ്റഗ്രേറ്റർ RSI, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫോർ BO കമ്പ്യൂട്ടറൈസേഷൻ. അതാണ് അവരുടെ പർപ്പസ്. വെണ്ടർ എന്ന് പറയുന്നത് ഇൻഫോസിസ് ആണ്. അതായത് ഈ ബാങ്കിങ്, പിന്നെ ഇൻഷുറൻസ് സർവീസസൊക്കെ പ്രൊവൈഡ് ചെയ്തൊക്കെ തരത്തിൽ ഈ BOകളെ ഉയർത്തിക്കൊണ്ടുവരിക. അതിന് ആവശ്യമായിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള BO കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. അതാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. വെണ്ടർ ഇൻഫോസിസ് ആണ്. റൂറൽ ഹാർഡ്വെയർ RH, ഇതിൻ്റെ വെണ്ടർ എന്ന് പറയുന്നത് മിനോഷയാണ്. മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഹാർഡ്വെയർ, സോളാർ പവർ പാനൽസ് ആൻഡ് നെറ്റ്വർക്ക് പ്രൊവിഷൻസ് ടു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസസ്. ബ്രാഞ്ച് ഓഫീസുകൾക്ക് ആവശ്യമായുള്ള ഹാർഡ്വെയറൊക്കെ സപ്ലൈ ചെയ്യാൻ നെറ്റ്വർക്ക് പ്രൊവിഷൻസ് കൊടുക്കുക. ഇതാണ് RHൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. മിനോഷയാണ് വെണ്ടർ. മെയിൽ ഓപ്പറേഷൻസ് ഹാർഡ്വെയർ MOH, DGS ആൻഡ് D ആണ് അതിൻ്റെ വെണ്ടർ എന്ന് പറയുന്നത്. ഈ പോസ്റ്റൽ, പിന്നെ മെയിൽ ഓഫീസസുകൾക്ക് ഹാർഡ്വെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഈ ഡെലിവറി സ്റ്റാഫുകൾക്ക് ഉള്ള ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ഒക്കെ നൽകുക, അതായത് പോസ്റ്റ്മെൻ ഡിവൈസസുകൾ. അപ്പോൾ ഇത്രയാണ് IT മോഡേണൈസേഷൻ പ്രോജക്റ്റ് 2012 കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വയ്ക്കുന്ന 8 സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോജക്ട്സിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഡീറ്റെയിലിംഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുവാണ്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിലോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ഓരോ സെക്ഷനും എടുത്തിട്ട്. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകൾ അറിയപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.